സർവ്വതും സമർപ്പിച്ചവർക്ക് പരാജയമില്ല. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആളിപ്പടരുന്ന തീക്കുണ്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് ഒരു മനുഷ്യനെ വലിച്ചെറിയുകയാണ്. എല്ലാവരും വിചാരിച്ചു ഇതാ തൊട്ടടുത്ത നിമിഷം ഇബ്രാഹിം നബി കത്തിക്കരിഞ്ഞ കരിക്കട്ടയായി ഭസ്മകൂളിയായ ആകാശലോകത്തിലേക്ക് പറന്നുയരുമെന്ന് വിചാരിച്ചവരുടെ മുമ്പില് ഇബ്രാഹിം നബി അതാ തന്റെ കുപ്പായത്തിന്റെ രോമത്തിൽ പോലും ഒരു കരിവില്ലാതെ അതാ പുറത്തേക്ക് വരികയാ. എല്ലാവരും വാവിളി ചന്തം വിട്ടം താളിച്ചു പോയി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? അല്ലാഹു തആല തീയോട് പറയുകയാ, തൊട്ടുപോകല്ലേ തൊട്ടുപോകല്ലേ എന്റെ ഇബ്രാഹിമിനെ തൊട്ടുപോകല്ലേ. എന്നെ വിശ്വസിച്ചയാളാ, തീക്ക് തീയെന്ന സംഹാരത്തിന് കഴിവ് കൊടുത്ത പടച്ചവൻ ആ തീയോട് പറയുകയാണ്, എയർ കണ്ടീഷനായി മാറുക, എന്റെ പ്രവാചകന്റെ ശരീരത്തെ നോവിക്കല്ലേ. അല്ലാഹുവേ, മൂസാ നബിയുടെ അപകടത്തിൽ നിന്ന് ചെങ്കടലിന്റെ താഴെ ഊരിപ്പിടിച്ച വാളുമായി മൂസാ നബിയെ പകർക്കാൻ കടന്നു വന്ന ആ ശത്രു സൈന്യത്തിനെ കടലിലേക്ക് മുക്കി താഴ്ത്തി കൊടുത്ത അല്ലാഹ് യൂനുസ് നബിയെ മത്സ്യത്തിന്റെ പള്ളയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാഹ് യൂസുഫ് നബിയെ കാരാഗ്രഹത്തിൽ നിന്ന് രാജപദവിയിലേക്ക് എത്തിച്ച അല്ലാഹ് കളിയാക്കലിന്റെ ഇടയിൽ നിന്ന് ഭ്രാന്തൻ എന്ന് വിളിച്ചവരുടെ മുമ്പിൽ നിന്ന് നൂഹ് നബിയെ കപ്പലിലേക്ക് പിടിച്ചുയർത്തിയ അല്ലാഹ് അല്ലാഹുവേ, തടയാൻ ശ്രമിച്ചവർക്കിടയിലൂടെ ലൂത്ത് നബിയെ രക്ഷപ്പെടുത്തിയ സമുദായത്തെ ദോഷമറിക്കുന്ന പോലെ മറിച്ച് രക്ഷപ്പെടുത്തിയ അല്ലാഹ് എവിടെ നോക്കിയാലും ആ റബ്ബിനല്ലീമാനുമില്ല, ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ച ഒരാളും പരാജയപ്പെട്ടിട്ടില്ല. എവിടെയും ചരിത്രത്തിൽ അത് കാണാനില്ല. അതിന്റെ ഏറ്റവും നല്ല ദിക്ർ ഹസ്ബുനല്ലാഹ്, നീ മാത്രം മതിയല്ല, നിന്നെ മാത്രം മതിയല്ല, മറ്റാരും നിനക്ക് പകരമാകില്ല. അല്ലാഹ്